മാതൃവചനം അനുസരിക്കുമെന്ന് മനസാ പ്രതിജ്ഞ ചെയ്ത് ലക്ഷ്മണൻ ശ്രീരാമനെ വണങ്ങി നിന്നതിനു ശേഷം ജാനകി ദേവിയോടും കൂടി ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ കുതൂഹലാൽ കടാക്ഷിച്ചു. പൗരജനങ്ങൾ ശ്രീരാമൻ നഗ്നപാതനായി പോകുന്നതു കണ്ട് പരസ്പരം പറയുന്നു, വളരെ കഷ്ടമാണെന്നും മനോഹരവും മൃദുലവും മെഴുമെഴുപ്പുള്ളതുമായ പാദങ്ങൾ കൊണ്ട് കാട്ടിലെ ദുർഗമാർഗങ്ങളിൽ നടക്കാൻ കൽപ്പിച്ച രാജാവിൻ്റെ മനസ്സ് കഠിനമാണ്. രാജാവ് അങ്ങനെയുള്ളവനല്ലെന്നും പുത്രവാത്സല്യം വേറെ ആർക്കുമില്ലെന്നു വേറെ ഒരാൾ ഇന്നിങ്ങനെ വന്നതെന്തുകൊണ്ടെന്നും അറിയില്ല. കേകയപുത്രിക്ക് 2 വരം നൃപൻ കൊടുത്തു. അതിൽ ഒന്ന് ഭരതനെ നാടുവാഴിക്കുക, രണ്ടാമത്തേത് ശ്രീരാമനെ 14 കൊല്ലം വനവാസത്തിനയക്കുക. അവർ രാഘവന്റെ കൂടെ പോകാൻ തയ്യാറാകുന്നു. ഇപ്രകാരമുള്ള സംഭാഷണങ്ങൾ കേട്ടു വാമദേവൻ പുരവാസികളോടരുൾ ചെയ്തു. മാതൃവചനം ശിരസി ധരിച്ചു കൊണ്ടാദരവോട് തൊഴുതു സൗമിത്രിയും തന്നെ ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ. തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരാജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ. കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമളാരമ്യ കളേബരൻ രാഘവൻ കാമദേവോപമൻ കാമദൻ സുന്ദരൻ രാമൻ തിരുവടി നാനാജഗദഭി രാമനാത്മാ രാമനംബുജ ലോചനൻ കാമാരി സേവിതൻ നാനാജഗന്മയൻ താതാലയം പ്രതി പോകുന്ന നേരത്തു സാദം കലർന്നൊരു പൗരാജനങ്ങളും പാദചാരേണ നടക്കുന്നതു കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ. കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യഃ, കഷ്ടമെന്തിങ്ങനെ വന്നിതു ദൈവമേ. സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കര കണ്ടക നിമ്നോന്നതായുധ ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുഗ്ധമൃദുതര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തി നടക്കെന്നു കൽപ്പിച്ച പൃഥ്വീശചിത്തം കഠോരമത്രേ തുലോം. പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യശ്രീലാർക്കുമില്ലിന്നലെയോളവും. ഇന്നിതു തോന്നുവാൻ എന്തൊരു കാരണം എന്നതു കേട്ടുടൻ ചൊല്ലിനാൻ അന്യനും. കേകയപുത്രിക്കു 2 വരം നൃപൻ
ഏകിനാൻ പോലതു കാരണം രാഘവൻ പോകുന്നിതു വനത്തിന്നു ഭരതനും വാഴ്കെന്നു വന്നുകൂടും ധരാമണ്ഡലം പോകനാമെങ്കിൽ വനത്തിന്നു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ? ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാദികൾ വാക്കു കേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോടു സാമോദമേവം അരുൾ ചെയ്തിതന്നേരം